Hi all, Assalamu alaikum. Welcome to Zida's recipes. നമ്മൾ ഇന്ന് ഒരു അടിപൊളി ജ്യൂസിന്റെ റെസിപ്പിയാണ് ട്ടോ നോക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാവാറുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ റെഡിയാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ജ്യൂസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ചിരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാൽ ഭാഗമേ നമ്മൾ ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് മൂപ്പേറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിരങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിരങ്ങ വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ അരികു ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ബ്രെഡിൻ്റെ അരികു ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജ്യൂസിന് നല്ലൊരു തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പേ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, ഷവർമ ബ്രെഡ് പോക്കറ്റ്. അത് ചെയ്ത സമയത്ത് നമ്മൾ ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അരിഭാഗങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 3 ബ്രെഡിൻ്റെ അരികളാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് തിളപ്പിച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ നമുക്ക് ആദ്യം 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്, നമുക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഏലക്കയാണെന്നുണ്ടെങ്കിൽ 4 ഏലക്ക ഇട്ട് കൊടുക്കുക. വാനില എസൻസ് ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള 1 കപ്പ് പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് ജാറിന് മുഴുവനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് 2ആയിട്ടാണ് ഞാനൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ ജ്യൂസ് കിട്ടും. ഇനി നമുക്ക് ഇത് വേറെ രീതിയിലും ചെയ്തെടുക്കാം. കുറച്ചുകൂടി വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അങ്ങനെ ആയാലും നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കസ്കസ് കൂടി കുതിർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആവുമ്പം ഒന്നുകൂടി നല്ല സൂപ്പർ ടേസ്റ്റാണ് കിട്ടുന്നത്. പിന്നെ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടും കിഡ്ലൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ 2 രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്